ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വിദേശത്ത് പോകുന്ന സഹോദരൻ വിദേശത്ത് ജോലി ചെയ്യുന്നു. വർഷങ്ങളായിട്ട് വിദേശത്തിലാണ്. സന്ധ്യാസമയത്ത് ജോലി കഴിഞ്ഞ് റൂമിലേക്ക് വരുമ്പോ കൊല്ലം ജില്ലക്കാര്, തിരുവനന്തപുരം ജില്ലക്കാര്, കോഴിക്കോട് ജില്ലക്കാര് എല്ലാവരും ഒരുമിച്ച് കൂടിയിരുന്നിട്ട് അവരുടെ നാട്ടിലത്തെ വിശേഷങ്ങൾ ചർച്ച ചെയ്യും. എന്താ നിന്റെ ലക്ഷ്യം? നീ എത്ര വർഷമായി? ഓ, ഞാൻ 10 വർഷമായി, ഞാൻ 15 വർഷമായി, ഞാൻ 22 വർഷമായി. എന്താപ്പാ 22 വർഷമായിട്ട് നിങ്ങൾ ഇങ്ങനെ ഗൾഫിൽ ഇങ്ങനെ കാണിച്ചു കൊടുന്നു? ഒരു വീട് വേണ്ടായ ഉസ്താദെ, ഒരു വീട് വെക്കാണ്ടേ, കുട്ടികളെ കെട്ടിക്കണ്ടേ, അന്നം തേടണ്ടേ? ഗൾഫിൽ നിൽക്കുന്ന വ്യക്തികളുടെ വാക്കുകളാണ്. നമ്മളെല്ലാം ഗൾഫിൽ പോകുന്നത് എന്തിനാണ്? ഒരു വീട് വെക്കാനാണ്, ഒരു 2 സെന്റ് ഭൂമി വാങ്ങാനാണ്, മക്കളെ കെട്ടിക്കാനാണ്. എന്റെ മക്കൾക്ക് വേണ്ടി, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി, എന്റെ ഉപ്പാക്ക്, എന്റെ ഉമ്മാക്ക് വേണ്ടിയാണ് ഞാൻ ജീവിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഈ മരുഭൂമിയുടെ മടിത്തട്ടിൽ വന്ന് കിടന്ന് ഞാൻ കഷ്ടപ്പെടുന്നത്. പ്രവാസികളെ ആശങ്കയിലാണ്. അറബികൾ സ്വകാര്യവൽക്കരണത്തിന്റെ പേരിൽ ജനങ്ങളെ മൊത്തം പേടിപ്പിച്ച് ജനങ്ങൾ ആകെ പരിഭ്രാന്തിയിലാണ്. കാരണം എന്താ? അറബികൾ കൈവിട്ടാൽ ഇനി നമുക്ക് രക്ഷയില്ല എന്നുള്ള ചിന്തയായിപ്പോയി. അള്ളാഹു കൈവിട്ടാൽ രക്ഷയില്ല എന്നുള്ള ചിന്ത ഇല്ലാത്തതുകൊണ്ടത്. അതാണ് നമുക്ക് പറ്റിപ്പോയത്. നമ്മുടെ റിസ്ക് മൊത്തം അറബികളുടെ കൈകളിലായിപ്പോയി എന്ന ചിന്തയായി. അള്ളാഹുവിന്റെ കൈകളിലാണെന്നുള്ള ചിന്തയില്ല. അതാണ് നമുക്ക് പ്രശ്നം. അല്ലെങ്കിൽ വെപ്രാളണ്ട. എല്ലാ സദസ്യരും ഇന്നലെ വിനീതനോട് ദുആ ഇറക്കാൻ വേണ്ടി വിളിച്ചു പറഞ്ഞു. പ്രവാസികൾ ദുആ ഇറക്കണം, ഞങ്ങളെയൊക്കെ പറഞ്ഞു വിടാൻ പോവാന്ന്. പിന്നെ എന്താ നിങ്ങളെയൊക്കെ പറഞ്ഞു വിടാതെ അവിടെ തന്നെ മരിപ്പിക്കണം എന്ന് ദുആ ഇറക്കണോ? ഒരു വലിയൊരു ലിസ്റ്റ്. എന്താ ഇപ്പൊ ദുആ ഇറക്കണ്ടേ? എല്ലാം അവിടെ തന്നെ, പ്രവാസികളെല്ലാം അവിടെ തന്നെ കുഴിച്ചു മൂട്, പൈസ ഇഞ്ഞു പറ്റും. കാരണം നമ്മുടെ വീട്ടുകാർക്കും ആഗ്രഹം അതാണല്ലോ, എങ്ങനെ മരിച്ചു കിട്ടിയാൽ മതിയല്ല. ഇൻഷുറൻസ് കാശ് കിട്ടും, 10 ലക്ഷം റിയാല്. 10 ലക്ഷം റിയാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവം? 1.5 കോടി റുപ്യ. 1.5 കോടി റുപ്യ കിട്ടുമ്പോ എന്തായിരിക്കും സന്തോഷം? ഭാര്യക്ക് അതിപ്പോ പ്രശ്നമില്ല, അവനെ കൊണ്ട് എന്തായാലും ഫായതയില്ല. കാരണം ഗൾഫിൽ പോയി കിടന്നിട്ട് ചുമ്മാ വല്ലപ്പോഴും ആണ്ടിലോ അമാവാസിലോ വരും, 2 മാസം ഇവിടെ നിൽക്കും, പോകും. എന്താ ഫായത? ഭാര്യക്ക് വലിയ ഫായതയൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ വന്നിട്ടും കാര്യമില്ല. വല്ല മരിച്ചു പോയാലും നമുക്ക് ഇൻഷുറൻസ് കിട്ടും. പണത്തിന്റെ പേരിലാണ് ഗൾഫിൽ നിന്ന്, വിദേശത്ത് നിന്ന് കഷ്ടപ്പെട്ട് ഒരു 6 മാസത്തെ ലീവ് അടിച്ച് നാട്ടിലേക്ക് വരുമ്പോ 2 മാസം ആകുമ്പോഴേ ഭാര്യ തുടങ്ങും. അല്ല, പോന്നില്ലേ നിങ്ങള് പോന്നില്ലേ? ഇങ്ങനെ നിന്നാ എങ്ങനെ നമ്മുടെ കടവും, സൊസൈറ്റിയിലത്തെ കടവും, ബാങ്കിലെ കടവും ഇതെല്ലാം എപ്പോഴാ തീരുക? 2 വർഷം നിന്നിട്ട് 6 മാസത്തെ ലീവ് അടിച്ച് വന്നപ്പോ 2 മാസം കഴിഞ്ഞ പാടെ പറയാ നീ പോന്നില്ലേ എന്ന്. ഇവിടൊക്കെ സ്നേഹമുള്ള ഭാര്യ. എന്നാ സ്നേഹമുള്ള ഭാര്യമാര് പറയും, എന്തിനാ നിങ്ങൾ ഈ വിദേശത്ത് പോയി കിടന്ന് കഷ്ടപ്പെടുന്നത്? ഉള്ളത് മതി, നമുക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് നമുക്ക് ഇവിടെ കഴിഞ്ഞുകൂടാം. പട്ടിണി കിടന്ന് മരിച്ചാലും ഒരുമിച്ച് കിടന്ന് മരിച്ചു പോകാമല്ലോ. അങ്ങനെ പറയുന്ന ഭാര്യമാരുണ്ട്, അങ്ങനെ പറയുന്നവരുണ്ട്. പട്ടിണി കിടന്നാൽ നമുക്ക് കിടന്ന് മരിച്ചു പോകാമല്ലോ, ഒരുമിച്ച് എങ്ങനെ കെട്ടി കഴിഞ്ഞാൽ നിങ്ങൾ വേറെ ഞാൻ വേറെ ആയി പോകേണ്ട കാര്യമില്ല. ഒന്നുമില്ലെങ്കിൽ ചീനിയെങ്കിലും അതിനും വില കൂടി. ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ കപ്പ മരച്ചീനി ഇല്ല, ഇവിടെ മരച്ചീനി ഓരോ സ്ഥലത്ത് പല വില. പൂള, കൊള്ളി. ഇന്നലെ പോയടത്ത് കൊള്ളി. ഇന്നലെ ഞാൻ സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി, ചാവക്കൾ കൊള്ളി. അപ്പോൾ ചിലടത്ത് കപ്പ, ചിലയിടത്ത് എന്തൊക്കെയൊക്കെ ഒരു പല ഈ കേരളത്തിന്റെ പല ഭാഗത്ത് പോകുന്നുണ്ട്. പല പേരുകളെ കുറിച്ച് അറിയാൻ പറ്റും. എന്തുവാകട്ടെ. അപ്പൊ ഇത് മനുഷ്യന്മാർ തിന്നാൻ തുടങ്ങിയതോടുകൂടി ഇപ്പൊ അതിനും വില കൂടി. 25 രൂപയോളം കിലോ. ഞങ്ങളുടെ 25 രൂപ 1 കിലോ കപ്പയ്ക്ക്. പത്തനാപുരത്ത് 25 രൂപ. ഇവിടെ എത്ര? 5 രൂപ 15 ഉണ്ടായിരുന്നേ, കുറച്ച് വാങ്ങിക്കൊണ്ട് പോയിരുന്നു, കിട്ടാറില്ല. അപ്പൊ ഇങ്ങനെയാണ് എല്ലാത്തിനും വില കൂടിക്കൊണ്ട്. കാരണം 5 സ്റ്റാർ ഫുഡാക്കി മാറ്റി കപ്പ. 5 സ്റ്റാർ ഫുഡാക്കി മാറ്റി. ആർക്കും വേണ്ടാത്ത പ്ലാസ്റ്റിക് കോഴിയുടെ മുട്ട ഇപ്പൊ 4 രൂപ 3 രൂപ കണ്ട് കൊടുക്കണം. ആർക്കും വേണ്ട. 50 പൈസ 60 പൈസ കിട്ടുന്ന സാധനം ഇപ്പൊ എത്ര രൂപയായി? അപ്പൊ ആളുകളെ മൊത്തം ഭീതിയിലാണ്. നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ ജീവിക്കാൻ വേറെ വഴിയില്ല, രക്ഷയില്ല എന്നുള്ള ഒരു ധാരണയിൽ ജനങ്ങൾ മൊത്തം ദുആ. പണ്ട് ഇറാഖിൽ യുദ്ധം തുടങ്ങിയപ്പം താത്താമാര് TV എല്ലാം പൂട്ടി വെച്ചിട്ട് ദുആയായിരുന്നു. ഇപ്പൊ അതേപോലെ എല്ലാരും ഇപ്പൊ ദുആയുടെ മുന്നില്ല. ഇപ്പൊ സീരിയലെല്ലാം അങ്ങോട്ട് പൂട്ടി വെച്ചിട്ട്. കാരണം എന്താ? ഇക്കാക്ക് അവിടെ ജോലി ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ഇനി സീരിയൽ തുറക്കുള്ളൂ. അങ്ങനത്തെ ഒരു അവസ്ഥയിലായി ഇപ്പൊ എല്ലാരും. കാരണം എന്താ? തവക്കുൽ നമുക്കില്ല. റിസ്ക് നമ്മൾ വേറെ ആരെയോ ഉദ്ദേശിക്കുന്നു. സൗദി ഭരണകൂടത്തിന്റെ കൈകളിലാണ് നമ്മുടെ റിസ്ക് എന്ന ചിന്ത വന്നുപോയി. അല്ല, ഒരിക്കലും അല്ല. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്
يحتسب ومن يتوكل على الله فهو حسبه إن الله بالغ أمره قد جعل الله لكل شيء قدرا ومن يتق الله يجعل له من أمره يسرا. പരിശുദ്ധ ഖുർആനിൽ പല ഭാഗങ്ങളിൽ അല്ലാഹു അവതരിപ്പിക്കുകയാണ്, ആരൊരാൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നുവോ, അവനെ സൂക്ഷിക്കുന്നുവോ, മതഭക്തനാകുന്നുവോ, മതബോധമുള്ളവനാകുന്നുവോ, യജ്അല്ലഹു മഖ്റജാ, അവന്റെ സകലമാന പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഒരു പോംവഴി അല്ലാഹു എത്തിച്ചു കൊടുക്കുമത്രേ. എല്ലാത്തിനും പ്രശ്നത്തിന് പരിഹാരം അല്ലാഹയെ സൂക്ഷിച്ചാൽ. വിദേശത്ത് ജോലി ചെയ്യുന്ന സഹോദരങ്ങൾ, സുബഹി നമസ്കരിക്കാതെ കിടക്കുന്ന സഹോദരങ്ങൾ, ജോലി കഴിഞ്ഞ് വന്ന പാതിരാ സമയത്ത് റൂമിൽ വന്ന് TV ഇട്ട് 2-3 മണി വരെ അതിന്റെ മുന്നിൽ തന്നെ വെറുതെ സമയങ്ങൾ നഷ്ടപ്പെടുത്തി സുബഹി നമസ്കാരം ആക്കിയിട്ട് ജോലിക്ക് പോകുന്ന മുസ്ലിം ചെറുപ്പക്കാരാ, നിന്റെ ജോലിയിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുകയില്ല. എത്ര വർഷം നമ്മൾ അവിടെ കിടന്ന് ജോലി ചെയ്താലും ഒരു റാഹത്ത് കിട്ടാത്ത എന്താ? സുബഹി നിസ്കാരം ഇല്ല. എന്നിട്ട് എന്താ സുബഹി നിസ്കരിക്കാതെ? ഉറങ്ങിപ്പോന്നു ഉസ്താദെ. എങ്ങനെ ഉറങ്ങിപ്പോന്നു? ജോലി കഴിഞ്ഞിട്ട് വന്ന് ഇശാ നിസ്കരിച്ച് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചിട്ട് നേരത്തെ കിടന്ന സുഖമായിട്ട് രാവിലെ എഴുന്നേക്കാം. ഇത് ജോലിയും കഴിഞ്ഞ് വന്ന് എല്ലാം റാഹത്തായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് വെറുതെ ഇങ്ങനെ TVയും തുറന്നു വെച്ച് എല്ലാവരുടെ വീടിന്റെ ഭിത്തിയിൽ ഫിറ്റ് ചെയ്ത് വെച്ചേക്കും ഈ ഒരു സാധനം. എല്ലാവരും ഒരു 2-3 സോഫ ഇട്ടിട്ടുണ്ട്. എല്ലാ ജില്ലക്കാരും വന്നിരുന്ന് അതിങ്ങനെ കണ്ട് സൊറയും പറഞ്ഞ് ഫിത്തിനായും പറഞ്ഞ് അവിടുത്തെ ഇവിടുത്തെ കാര്യം പറഞ്ഞ് സമയങ്ങൾ വെറുതെ വേസ്റ്റ്. 3 മണി വരെയൊക്കെ ഇരുന്നിട്ട് കിടന്ന് ഉറങ്ങും. 8 മണി വരെ 10 മണി വരെ സുബഹിസ്കരിക്കില്ല. വിദേശത്ത് പോയിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്, ഞാൻ അനുഭവസ്ഥനാണ്. അവിടെയൊക്കെ പോയിട്ട് പലരെ ഞാൻ കാണുന്നുണ്ട്, ഉറങ്ങൂല. എന്നിട്ട് ദ്വാരക്കാൻ വേണ്ടി ഭയങ്കര വസിയത്ത അവസ്ഥ. ദ്വാരക്കാണ് വലിയ കഷ്ടം. കടം തീർന്നിട്ടുള്ള ഒരു വീട് പകുതിയാക്കിയിട്ടുള്ളൂ, പില്ലറിൽ നിൽക്കുകയാണ്, ഫൗണ്ടേഷനിലാണ്. ഉസ്താദ് ദ്വാരക്കാണ്. അതിന് പഞ്ഞൊന്നുമില്ല, ദ്വാരക്ക് തന്നെ പഞ്ഞൊന്നുമില്ല. പക്ഷെ സുബഹി നിസ്കരിക്കൂലല്ലോ. ചേവന്നൂരിന് 3 വഖത്ത്, പ്രവാസികൾക്ക് 4 വഖത്ത്. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരിടത്ത് വെച്ച് പ്രസംഗിച്ച് 4 വഖത്ത്. ഇപ്പോൾ ഒരു ചങ്ങാതി എൻ്റെ കൈക്കെന്ന് പറഞ്ഞു, ഉസ്താദ് ഞാൻ ഈ 4 വഖത്തിൻ്റെ ആൾ 5 വഖത്തിനാവുമെന്ന് ദ്വാരക്കണേന്ന് ചങ്ങാതി എന്ന് പറയാണ്. ഒരു മനസ്സിനൊരു മാറ്റം ഉണ്ടായല്ലോ. ബഹുമാനമുള്ള സഹോദരങ്ങളെ, റിസ്ക്കിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യണമെങ്കിൽ സുബഹി നമസ്കരിക്കണം. അതിൽ അല്ലാഹു വലിയ ബർക്കത്ത് ചെയ്യും. എത്രയോ സഹോദരങ്ങളെ പ്രവാസ ജീവിതം നയിക്കുന്നു. 15 വർഷമായി 20 വർഷമായി ഗുണമില്ല എന്ന് പറയും. പിന്നെ മനുഷ്യന്മാർക്ക് വേറൊരു സ്വഭാവമുണ്ട്. എത്ര കിട്ടിയാലും നന്ദിയുടെ വാക്ക് പറയൂല, അൽഹംദുലില്ലാഹ് എന്നൊരു വാക്ക് പറയില്ല. 1200 രൂപ ശമ്പളം, 1200 രൂപ എന്തോത്തിനുണ്ട്, ഇക്കാമായി അത്ര കൊടുക്കണം, ഇതിന് ഇത്ര കൊടുക്കണം, ഇതിന് ഇത്ര കൊടുക്കണം, എല്ലാം കൂടെ അയക്കുമ്പോൾ എന്താണ് ഉള്ളതിൽ ബർക്കത്തിന് വേണ്ടി അവൻ ദുആ അരക്കൂല. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അൽ മഖ്സൂദു ബിർറിസ്ഖ് മാ ഖല്ല വഖഫ. റിസ്ഖ് കൊണ്ടുള്ള ഉദ്ദേശം എന്താ? എനിക്ക് ഇത്ര റിസ്ഖ് കിട്ടി, വിഭവങ്ങൾ, അതിൽ ബർക്കത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മാ ഖല്ല വഖഫ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്നുള്ളതാണ്. ഫൈന്നമാ ഖല്ല വഖഫ, ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ഖൈറും മിമ്മാ കസുറ വഅൽഹാ, അമിതമായി സമ്പാദിച്ചു കൂട്ടുന്നതിനേക്കാൾ, അമിതമായി വാരിക്കോരി കൂട്ടുന്നതിനേക്കാൾ, അമിതമായി ലഭിക്കുന്നതിനേക്കാൾ മനസ്സിന് സന്തോഷമാണ്. അതുകൊണ്ട് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടണേ നബിയുനാ റസൂലുള്ളാഹി. മനുഷ്യന്മാർ സമ്പാദിക്കാൻ പോണത് 3 കാര്യത്തിനാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മൻ അസ്ബഹ മിൻകും ആമിനൻ ഫീ സർബിഹി വമുആഫൻ ഫീ ജസദിഹി ഇൻദഹു ഖൂതു യൗമിഹി ഫകഅന്നമാ ഹീസത് ലഹു ദുനിയാ കമാ ഖാല റസൂലുള്ളാഹി